ഞാൻ വളരെ അഹങ്കാരത്തോടെ തന്നെയാണ് കൂന്തൽ നിറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ചെറിയ കൂന്തലായതുകൊണ്ട് അതിനകത്തോട്ട് നിറയ്ക്കാനായിട്ട് എടുത്ത സ്പൂൺ വളരെ വലുതായതുകൊണ്ടും അതിനകത്തോട്ട് കയറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കൈ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കൈ കൊണ്ട് കൂന്തലെല്ലാം നിറയ്ക്കുവാണ് കേട്ടോ. അപ്പം ആദ്യത്തെ കൂന്തൽ നിറച്ച് ഏകദേശം ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്, ഹാഫായിട്ട് ഫില്ല് ചെയ്യണം. ഹാഫായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ ടൂത്ത് പിക്ക് വെച്ച് നമ്മളിങ്ങനെ സെക്യൂർ ചെയ്ത് വെക്കണം. അതായത് ടൂത്ത് പിക്ക് വെച്ച് ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ കയറ്റി മറ്റേ സൈഡിൽ കൂടെ ഇറക്കിയെടുക്കണം. മനസ്സിലായല്ലോ? അപ്പം എൻ്റെ കയ്യിൽ ടൂത്ത് പിക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈർക്കിൽ വെച്ചാണ് റെഡിയാക്കിയത്. ഇതേപോലെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ബാക്കി കൂന്തലും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഹാഫേ ഫില്ല് ചെയ്യാവൂ, ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്. അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. അടുത്തത് ആവി കയറ്റാൻ പോവുകയാണ് കേട്ടോ. ഇതുവരെ വളരെ ശരിയായിരുന്നു. ഇനി അങ്ങോട്ടാണ് നമ്മുടെ ഫ്ലോപ്പായ കഥ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം പറക്കി വെച്ച് ഞാൻ ഇത് അടയ്ക്കുന്ന വീഡിയോ എടുത്തില്ല. അതായത് ഇത് ഞാൻ തുറക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. തുറക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല, തുറന്ന് നോക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. തുറന്നപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. അതിനകത്ത് മൊത്തവും വെള്ളം കയറി പകുതി കാണാതെ ഞാൻ എടുത്ത് വെളിയിൽ വെച്ച് അതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്തായാലും വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കൂന്തലും വളരെ കുഞ്ഞായി. എനിക്ക് ഒട്ടും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ, അതായത് ഞാൻ ഒട്ടും ഓർക്കാതെ ചെയ്തൊരു കാര്യമായിരുന്നു നമ്മുടെ കൂന്തൽ വെന്ത് കഴിയുമ്പോൾ ചെറുതായി പോവും എന്നുള്ളത്. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. അപ്പോൾ എല്ലാം ഈർക്കിൽ മാത്രമുണ്ട് അതിനകത്ത്. അപ്പോൾ എല്ലാം ഇങ്ങനെയായി. പിന്നെ കുറേ നേരം നിന്ന് ആലോചിച്ചു എന്തോ വേണമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും ചെയ്തില്ലേ, നമുക്ക് ബാക്കി പ്രോസസ്സും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വീണ്ടും ആ മസാല ഉണ്ടാക്കിയ പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടു കേട്ടോ. ഈ ഉപ്പിലാണ് ഏറ്റവും വലിയ പാളിച്ച പറ്റിയത് കേട്ടോ. ഈ ഉപ്പ് നമുക്ക് നമ്മുടെ കൂന്തലിന് ആവശ്യമായ ഉപ്പും കൂടെ വേണമായിരുന്നു, അത് ഞാൻ ഇട്ടില്ല. അപ്പോൾ വേവിച്ച് വെച്ച കൂന്തൽ എല്ലാം കൂടെ ഇട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അറിയാലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം. എന്നിട്ടും എൻ്റെ അഹങ്കാരം തീർന്നില്ല. ഇതിനകത്ത് ഉപ്പില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വിചാരിച്ചു, ഇത്രയൊക്കെ ചെയ്തില്ലേ, കുറച്ചും കൂടെ അലങ്കാരപ്പണികളാവാം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് സവാളയൊക്കെ അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്ത കേട്ടോ. കുറച്ച് സവാളയും കൂടെ ഞാൻ അരിഞ്ഞിടാൻ പോവുകയാണ്. കുറച്ച് സവാളയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട്